വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രൊമോയിൽ ശ്യാമയാണെങ്കിൽ പപ്പിയെയും കൂട്ടിക്കൊണ്ട് ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം പപ്പിയെ കാണുന്ന ആ ഒരു സന്തോഷത്തിൽ സത്യമാണെങ്കിൽ ഓടിച്ചെന്ന് പപ്പിയെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ കുട്ടികൾ കണ്ട സന്തോഷത്തിൽ പരസ്പര സന്തോഷമൊക്കെ പങ്കുവയ്ക്കുകയും പിന്നീട് ഇവരെ അകത്തേക്ക് കളിക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷമാണ് ശ്യാമ ശാരദാമ്മയോട് ചോദിക്കുന്നതൊക്കെ, ഇങ്ങനെ സത്യയുടെ അച്ഛൻ്റെ വേഷം കെട്ടി വന്നിരിക്കുന്നത് ആരാണ്, പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതും സത്യാമ്മ ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്നുള്ളതും സത്യാമ്മയുടെ മുന്നിൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ നിൽക്കാൻ എനിക്ക് കഴിയൂ എന്നുള്ളതൊക്കെ ശ്യാമ പറയുന്നുണ്ട്. അതിനുശേഷം ശ്യാമയോട് പറയുന്നതാണ് കാര്യങ്ങളൊക്കെ. അന്നേരം അവർ പോയ ശേഷം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത്. അപ്പോൾ ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ എന്നിങ്ങനെ ശാരദാമ്മയോട് ശാലിനി പറയുന്നുണ്ട്. അതിനുശേഷമാണ് അവിടെ ഉപേന്ദ്രൻ വരുന്ന ആ ഒരു സീൻ കാണിക്കുന്നത്. ഉപേന്ദ്രൻ വന്ന് ഇങ്ങനെ രാഘവൻ നായരുടെ കയ്യിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം സത്യഭാമയും ഒക്കെ ഒപ്പിടുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാണ് രാഘവൻ നായരോട് ഒപ്പിടുന്നത്. സത്യഭാമയുടെ നിർബന്ധത്തിന് വഴങ്ങി. അപ്പോഴേ ഒരു മനസ്സിൽ എന്തോ ഇനി ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് രാഘവൻ നായരുടെ മനസ്സിലുണ്ട്. അതിനുശേഷമാണെങ്കിൽ വെളിയിലിറങ്ങിയ ശേഷം ഉപേന്ദ്രനാണെങ്കിൽ രോഹിത്തിന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിസിനസ്സിൽ ഇതുപോലെ ഈ ഇങ്ങനെ കോടികളൊക്കെ കൊയ്യും എന്നുള്ള ഒരു രീതിയിൽ. അന്നേരം പിന്നെ രോഹിത്താണെങ്കിൽ ആകെ അങ്ങ് സന്തോഷത്തിലാണ്. ഉപേന്ദ്രൻ്റെ ചതിയാണെങ്കിൽ രോഹിത്ത് മനസ്സിലാകുന്നില്ല. പക്ഷേ വിഷ്ണുവിനെ കാണുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട് നിന്നെ കൂടി മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് എന്നുള്ളതൊക്കെ. പക്ഷേ ആ ബിസിനസ്സിനോടൊപ്പം ചേരാനായിട്ട് വിഷ്ണു തയ്യാറാകുന്നുമില്ല. പക്ഷേ രോഹിത്ത് ഇങ്ങനെ ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട് ഉപേന്ദ്രനുമായിട്ട്, ആകെ ഒരു സന്തോഷത്തിൽ. അതിനുശേഷം കാണിക്കുന്ന സീനാണെങ്കിൽ ശാലിനി സത്യങ്ങളൊക്കെ പറയാനായിട്ട് പിന്നെ വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ്. പക്ഷേ ആദ്യമൊക്കെ ശാലിനി വിളിക്കുമ്പോൾ വിഷ്ണു ഫോൺ എടുക്കുന്നില്ല. വീണ്ടും ശാലിനി വിളിക്കുന്നുണ്ട്. അന്നേരം അവസാനം ശാലിനി ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട് ഫോൺ എടുക്കുക എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം എനിക്ക് വിഷ്ണുവേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷ്ണു ആണെങ്കിൽ ചാടി കടിക്കാൻ നിൽക്കുകയാണ്. ആകെ ഒരു ദേഷ്യത്തിൽ ശാലിനിയോട് ഒരു മയവും ഇല്ലാതെ തന്നെയാണ് പെരുമാറുന്നത്. അന്ന് ആ ഹോട്ടലിൽ വെച്ച് ലാസ്റ്റ് റെസ്റ്റോറൻറ്റിൽ വെച്ച് പറഞ്ഞല്ലോ, ഞാൻ വെറുക്കുന്ന ചുരുക്കം ചിലരിൽ മുന്നിൽ നിൽക്കുന്ന ആൾ നീയാണെന്ന് പറയുമ്പോൾ ആ സത്യഭാമയുടെ മുഖത്ത് ആ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ശാലിനിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇല്ല ഒറ്റ തവണ വരണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ചെല്ലുന്നുണ്ട്. കുടുംബശ്രീയിലേക്കോ അതോ വേറൊരു സ്ഥലത്തേക്കോ ആയിരിക്കാം. ഇതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത സീനിൽ വരുമ്പോഴത്തേക്ക് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ശാലിനിയെ കാണാനായിട്ട് ചെല്ലും. പക്ഷേ സംസാരിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ സത്യ വരികയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ശാലിനി സത്യങ്ങളൊക്കെ പറയാനായിട്ട് വരുമ്പോൾ അതിനിടയ്ക്ക് സത്യ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴും വിഷ്ണുവിനോട് കാര്യങ്ങൾ പറയാനായിട്ട് ശാലിനിക്ക് പറ്റില്ല. വീണ്ടും അവിടെ നിന്ന് വിഷ്ണു അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ വെളിയിലെത്തിയ ശേഷവും ശാലിനി വിഷ്ണു അങ്ങ് വണ്ടിയിൽ കയറി പോകുമ്പോഴും പുറകെ നടന്ന് ശാലിനി ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ ഉള്ളിൽ ആ ഒരു ദേഷ്യം ഇരിക്കുന്നത് കൊണ്ട് വിഷ്ണു കേൾക്കാനായിട്ട് തയ്യാറാകില്ല. അവിടെ റെസ്റ്റോറൻറ്റിൽ വെച്ച് പറഞ്ഞല്ലോ അച്ഛൻ ഇങ്ങനെ ഫോൺ വന്നപ്പോൾ അങ്ങ് പോയി പറയാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ ആ ഒരു മനസ്സിലിരിക്കുന്നത് കൊണ്ട് ശാലിനി പറയുന്നത് കേൾക്കാനായിട്ട് വിഷ്ണു തയ്യാറാകില്ല. വിഷ്ണു അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീടും ശാലിനിയാണെങ്കിൽ ഇത് പറയാനൊക്കെ ശ്രമിക്കും. അതിനു മുന്നേ ഈ സമൂഹ വിവാഹ ചടങ്ങിൽ വിഷ്ണുവിൻ്റെ വിവാഹം സത്യഭാമ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം വിഷ്ണു അങ്ങ് സമ്മതിക്കും. അമ്മ നിശ്ചയിക്കുന്ന ആരെയായാലും വിവാഹം കഴിക്കാൻ തനിക്ക് സമ്മതമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് സമ്മതിക്കണം. ശാലിനിയോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണ് വിഷ്ണുവോട് സമ്മതിക്കുന്നത്. അതിനുശേഷമാണ് ഈ ശാലിനിയാണെങ്കിൽ ഈ വേഷവിധാനമൊക്കെ ആയിട്ട് ഈ വിഗും ഈ താടിയും പിന്നെ മീശയും ഒക്കെ ആയിട്ട് പോകുന്നത്. പക്ഷേ അത് കാറിൽ നിന്ന് സുസ്മിത മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി ഇവിടെ സുസ്മിതയുടെ സീൻ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പിന്നീടാണ് ശാലിനി ഇങ്ങനെ കയ്യിൽ കർപ്പൂരമൊക്കെ കത്തിച്ച് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നവിടെ സത്യമൊക്കെ ചെയ്യുന്നത്. പക്ഷെ അന്നേരം വിഷ്ണുവിന് ചെറിയൊരു മനസ്സിൽ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് വീണ്ടും ഈ കല്യാണം നടത്താമെന്നുള്ളതിലേക്ക് തന്നെ സത്യഭാമ പോകുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി അടുത്ത എപ്പിസോഡുകളിലാണ് വരുന്നത്. പക്ഷേ ഈ കല്യാണം ഉറപ്പിക്കുമ്പോൾ ശ്യാമ ആത്മഹത്യയ്ക്ക് ശ്രമിക്കും. പിന്നീടാണ് സത്യഭാമ അറിയുന്നത്. പക്ഷേ അതിനിടയ്ക്ക് കുറേയേറെ സംഭവങ്ങളുണ്ട്. അവിടെയാണ് പക്ഷേ റീമേക്കിലാണെങ്കിൽ അവിടെയാണ് ഇങ്ങനെ സ്വത്ത് എഴുതി കൊടുക്കുന്നത്. ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛനാണ് ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്. ഈ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഉപേന്ദ്രൻ എഴുതി കൊടുക്കുന്നുണ്ട്. ആ ഒരു സീനുണ്ട്. അപ്പോൾ ഏതാണ് വരുന്നതെന്ന് നമുക്ക് അടുത്ത പ്രൊമോകൾ വരുമ്പോഴത്തേക്ക് നോക്കാം.
ഓക്കെ, എന്തായാലും സത്യഭാമ അറിയുന്ന സീൻ ഉടനെ വരുന്നുണ്ട്. അതിനുശേഷമാണ് വിഷ്ണു അറിയുന്നതൊക്കെ. ഓക്കെ, താങ്ക് യു.